കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും കച്ചറയായൊരു സിനിമ കാണുന്നത്. കഥയിൽ നമ്മുടെ നായകൻ തല ജയിലിലാണ്. പോലീസിന് തന്നെ പ്രിസണേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യണത് ആരാ? നമ്മുടെ തല. പോട്ടെ, ഡയറക്ടർ ഒരു മരപ്പൊട്ടൻ. അന്ന് അഭിനയിക്കണ തലയ്ക്കെങ്കിലും ഒരു സെൻസ് വേണ്ടേ സ്റ്റോറി സെലക്ട് ചെയ്യണേൽ? ആൻഡ് തലയ്ക്കൊരു കുട്ടിയുണ്ട്. കുട്ടിയോട് അച്ഛൻ ബിസിനസ് ആവശ്യത്തിനായി പുറത്തു പോയേക്കാണെന്നാണ് ധരിപ്പിച്ചേക്കണേ. മോൻ അച്ഛനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അച്ഛൻ ജയിലിൽ നിന്ന് എയ്റോപ്ലെയിൻ്റെ ഫ്ലെക്സ് ബാക്കിൽ ഒട്ടിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. ഡയറക്ടർ ഏത് യൂണിവേഴ്സിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലായില്ല. ഡേയ് സുങ്കി മുങ്കി, പൊട്ടനാടാ നീ. ഇപ്പോഴത്തെ പിള്ളേർ മച്ച് മോർ അഡ്വാൻസ്. ടെക്നോളജിയൊക്കെ അവർ നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കും. അല്ല പിന്നെ പഞ്ച് ഡയലോഗ് ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. അതിലെച്ചാൽ ഐ ആം ബാഡ്, യു ആർ ബാഡ്, ഐ ആം അതുക്കും മേലെ ബാഡ്. ഇതൊക്കെ ഒരു പഞ്ച് ഡയലോഗ്. AI യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. ഈവൻ ഡോൺലി മാമനെ വരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൊറിയയിലെ ഡോൺലി മാമൻ ഈ സിനിമയിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കിണച്ചി ചാടിയെന്നാണ് ഒരു ന്യൂസ് ഉള്ളത്. പിന്നെ അജിത്തിൻ്റെ ഫ്ലാഷ് ബാക്ക്, അത് വേറൊരു വെറുപ്പീര്. ഫുൾ ഷേവ് അടിച്ച് ഹെയർ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ യങ് ആയി എന്ന് വിശ്വസിക്കുന്ന മരമണ്ടൂസുകളാണ് ഇതിലെ അണിയറ പ്രവർത്തകർ. പിന്നെ ഇതിൽ വേറൊരു സീനിൽ തലയുടെ ഭാര്യ തൃഷയ്ക്ക് ബുള്ളറ്റ് കൊള്ളും. അപ്പോൾ അവളെ ഹോസ്പിറ്റലാക്കും. ഇതിൽ ട്വിസ്റ്റ് എന്താ വെച്ചാൽ തൃഷയ്ക്ക് തല 17 വർഷം മുമ്പ് കൊടുത്ത ടൂള് ഓൾ ആ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് കൊടുക്കും. പിന്നെ ആ ടൂള് ഇപ്പോഴും ന്യൂ ആയിട്ടായിരിക്കണത്. വാട്ട് എ മെഡിക്കൽ മിറാക്കിൾ. ഒരു തരത്തിലും സെൻസ് ഇല്ലാത്തൊരു സിനിമയാണിത്. തല ഫാൻസ് ആണെങ്കിൽ എന്തായാലും പോവാം, അല്ലെങ്കിൽ വട്ടിളകും കേട്ടോ.